1956 മുതൽ ഇന്നുവരെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം നിരവധി പരിഷ്കാരങ്ങളിലൂടെ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. ഓരോ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ മന്ത്രിമാർ കൈക്കൊണ്ട തീരുമാനങ്ങളാണ് ഈ മുന്നേറ്റത്തിന് അടിസ്ഥാനം. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം നിരവധി നിർണായക മാറ്റങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത്. പല കാലഘട്ടങ്ങളിലായി പ്രവർത്തിച്ച നിരവധി നേതാക്കളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വളർച്ച. 1956 മുതൽ 1970 വരെയുള്ള ആദ്യഘട്ടത്തിൽ ജോസഫ് മുണ്ടശ്ശേരി, പി.ടി. ചാക്കോ, കെ. ചന്ദ്രശേഖരൻ, കെ.എൻ. കുറുപ്പ് എന്നിവർ വിദ്യാഭ്യാസ മന്ത്രിമാരായി പ്രവർത്തിച്ചു. ഈ കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന ഘടന ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1957 വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ സംസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. അധ്യാപകരുടെ സേവന സുരക്ഷയും വിദ്യാഭ്യാസ സമത്വവും ഉറപ്പാക്കുന്നതായിരുന്നു ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. 1970 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വ്യാപനവും നവീകരണവും വേഗത്തിൽ നടന്നു. സി.എച്ച്. മുഹമ്മദ് കോയ, എ.സി. ജോസ്, ടി.എം. ജേക്കബ്, പി.ജെ. ജോസഫ്, കെ. കരുണാകരൻ എന്നിവർ ഈ കാലയളവിൽ വിദ്യാഭ്യാസ ചുമതല വഹിച്ചു. സി.എച്ച്. മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിൽ മലബാറിലെ വിദ്യാഭ്യാസ വികസനത്തിന് വലിയ മുന്നേറ്റം കൈവന്നു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിതമായത് ഉയർന്ന വിദ്യാഭ്യാസ രംഗത്തെ പ്രധാന നേട്ടമായി. പിന്നോക്കമായിരുന്ന മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസ വ്യാപനത്തിനും ഇത് വഴിതെളിച്ചു. ചാക്കീരി അഹമ്മദ് കുട്ടി 1977 മുതൽ 1979 വരെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തതോടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്ഥിരതയും വ്യാപനവും ഉറപ്പാക്കാൻ ശ്രമിച്ചു. ഗ്രാമീണ മേഖലകളിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1990 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ ഇ.ടി. മുഹമ്മദ് ബഷീറും എം.എ. ബേബിയും വിദ്യാഭ്യാസ മന്ത്രിമാരായി പ്രവർത്തിച്ചു. ഈ കാലത്ത് വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിത വിദ്യാഭ്യാസവും പാഠ്യപദ്ധതി പരിഷ്കാരങ്ങളും ശക്തമായി. പാഠ്യപദ്ധതി നവീകരണം ആരംഭിക്കുകയും ഇംഗ്ലീഷ് പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു. തുടർന്ന് അവതരിപ്പിച്ച നിർമ്മാണാത്മക പാഠ്യരീതി വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനത്തിന് തുടക്കമിട്ടു. 2011 മുതൽ 2016 വരെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി.കെ. അബ്ദുർ റബ്ബ് തുടർച്ചയായ മൂല്യനിർണ്ണയ സംവിധാനം നടപ്പിലാക്കി. പരീക്ഷാഭാരം കുറയ്ക്കുന്നതിനും പഠനത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകമായി. 2016 മുതൽ 2021 വരെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത സി. രവീന്ദ്രനാഥ് ഹൈടെക് സ്കൂൾ പദ്ധതി നടപ്പിലാക്കി. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾ ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറിയതോടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടായി. നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വി. ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ പഠനവും സമാവേശ വിദ്യാഭ്യാസവും ശക്തിപ്പെടുത്തുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുന്നു. മുണ്ടശ്ശേരിയുടെ നിയമപരിഷ്കാരങ്ങളിൽ നിന്ന് ഡിജിറ്റൽ ക്ലാസ് റൂമുകളിലേക്കുള്ള ഈ യാത്ര ലോകത്തിന് തന്നെ മാതൃകയായി തുടരുകയാണ്. കേരളം